എൻ്റെ പേര് അനു. ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. 2023 ഏപ്രിൽ 18 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിലൂടെ എനിക്ക് ഈശോ മാതാവ് വഴി തന്ന അനേകം അനുഗ്രഹങ്ങൾ പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ മോന് 10 വർഷമായിട്ട് ഫിക്സ് ഉണ്ടായിരുന്നു. എനിക്ക് 4 മക്കളാണ്. അതിൽ മൂത്ത മോന് 10 വർഷമായിട്ട് ഫിക്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് അവന് ഒരു ദിവസം പോലും മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥന എത്തിക്കാൻ പറ്റുകയില്ലായിരുന്നു. കുരിശ് വരച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം നിൽക്കുമ്പോഴേക്കും വയറിൽ നിന്ന് വേദന വന്ന് വീഴുമായിരുന്നു. കുറേ നാൾ മരുന്നൊക്കെയും കഴിച്ചു. പിന്നെ ഫിക്സിൻ്റെ മരുന്ന് ഞങ്ങൾ തന്നെ ഏറ്റ് നിർത്തി. ഉടമ്പടി എടുത്ത് അന്ന് ഞാൻ വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോൾ മോനോട് പറഞ്ഞു, ഇനി മാതാവുണ്ട്, നീ ഇന്ന് തൊട്ട് മുട്ടുമ്പോൾ നിന്നോന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്നിപ്പോൾ 1 വർഷം ആവാറായി. ഇതുവരെയും പിന്നെ അവന് ഫിക്സ് വന്നിട്ടില്ല. ഉടമ്പടി എടുത്താൽ മാതാവ് കൂടെ വീട്ടിൽ വരുമെന്ന് അന്ന് എനിക്ക് വിശ്വാസമായി. മാതാവ് ഞങ്ങളുടെ കുടുംബത്തുണ്ടെന്നും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളുന്നു ഞാൻ തൊട്ട് മക്കളോടും ഞാൻ സ്വയം വിശ്വസിക്കാനും തുടങ്ങി. പിന്നീട് രണ്ടാമത്തെ മക്കൾ ട്വിൻസാണ്. അതിലൊരാൾക്ക് ഏപ്രിൽ 28 പനി വന്നു. ടോൺസിലൈറ്റീസാന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കാണിച്ചു. മരുന്ന് കഴിച്ചിരുന്നു. മരുന്നും ആൻറ്റിബയോട്ടിക്കും അങ്ങ് ചെന്നിട്ടും 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടും പനിക്കൊരു കുറവുണ്ടായിരുന്നില്ല. 102, 103 ഒക്കെ ആയിട്ടായിരുന്നു പനിച്ചിരുന്നത്. ഒട്ടും തന്നെ കുറയുന്നുണ്ടായിരുന്നില്ല. ഏതു നേരവും തുടച്ചെടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് മെയ്യിലൊക്കെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടറെ പറഞ്ഞു, ഇന്നാളെ അഡ്മിറ്റാക്കാം, നമുക്ക് അഡ്മിറ്റാക്കി. അവിടെ ഇഞ്ചക്ഷനൊക്കെ കയറ്റിയിട്ടും ഒരു കുറവുണ്ടായിരുന്നില്ല. സ്ഥിരമായിട്ട് അവന് പനി വന്ന അന്ന് മുതൽ മാതാവിൻ്റെ ഉപ്പ് ഞാൻ കഞ്ഞിയിൽ ഇട്ട് കൊടുക്കുകയും കുടിക്കുന്ന വെള്ളത്തിലും ഇട്ട് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ടോൺസിലൈറ്റിസായിട്ടും അവന് ഭക്ഷണം കഴിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ടോൺസിലൈറ്റിസ് സ്റ്റോണായിരുന്നു അവന് വന്നിരുന്നത്, കല്ല് പോലെയായിരുന്നു അവിടെ. പക്ഷേ അവന് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. 104 ആയിരുന്നു ഹോസ്പിറ്റലായിരുന്നപ്പോൾ പനിച്ചിരുന്നത്. ഡോക്ടർമാർ പറഞ്ഞിരുന്നത് അവൻ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ് അവന് ക്ഷീണവും തളർച്ചയും വന്നിരുന്നതെന്നും നമുക്ക് ICUലേക്ക് ഷിഫ്റ്റ് ആക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്കറിയായിരുന്നു അവന് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടല്ല, അവൻ ഭക്ഷണം കഴിക്കേണ്ടത് അവിടുത്തെ നേഴ്സുമാരും മറ്റുള്ളവർക്കും കണ്ടതാണ്. മാതാവിൻ്റെ ഉപ്പും തേനും പ്രാർത്ഥന മാത്രമായിരുന്നു അപ്പോൾ കൂടി ഉണ്ടായിരുന്നത്. ICUലേക്ക് ഷിഫ്റ്റ് ആക്കാമെന്ന് പറഞ്ഞന്ന് വൈകുന്നേരം തൊട്ട് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ വരെ നന്നായി പ്രാർത്ഥിച്ചു. രാവിലെ തന്നെ കൃപാസനത്തിലേക്ക് വിളിച്ചു. കുറേ നേരം വിളിച്ചിട്ടും കിട്ടിയില്ല. പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അവിടെ ഫോൺ എടുത്ത് ഞങ്ങൾ സംസാരിക്കുമ്പോൾ മോൻ മയങ്ങായിരുന്നു. അവൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അതുവരെ പിടിച്ചു കൊണ്ടുപോയി ബാത്റൂമിൽ പോയിരുന്നു. അവൻ പറഞ്ഞു, അമ്മേ എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. ഞാൻ പിടിക്കാൻ പോയപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എന്നെ പിടിക്കണ്ട, ഞാൻ തന്നെ നടന്നു പോയിക്കോളാം. നന്നായി പനിക്കണുണ്ടായിരുന്നു. പക്ഷെ അവൻ തന്നെ ബാത്റൂമിലേക്ക് നടന്നു പോയി, തന്നെ വന്ന് കിടന്നു, തന്നെ ഭക്ഷണം കഴിച്ചു. പനി എപ്പോഴും നന്നായി ഉണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് അവൻ മയങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ മാതാവിനെ കണ്ടുവെന്നും ഒരു സൈഡിൽ നീല വെളിച്ചവും ഒരു സൈഡിൽ ചുമന്ന വെളിച്ചവും ഉണ്ടായിരുന്നു എന്നൊക്കെയും പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു 5 മണിയാകുമ്പോൾ എൻ്റെ പനി കുറയുന്നു രാവിലെ തന്നെ പറഞ്ഞു. പക്ഷേ പനി ഉച്ചയായിട്ടും 4 മണിയായിട്ടും 4:45 പനിക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ സിസ്റ്റർമാർ വന്ന് 4:55 ഞാൻ സിസ്റ്റർമാരോട് അത് പറഞ്ഞപ്പോൾ 4:55 പനി വന്ന് നോക്കിയപ്പോഴും പനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, പനി കുറഞ്ഞില്ലല്ലോ മോനെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ 5 മണിക്ക് എന്നല്ല പറഞ്ഞ മാതാവ് എന്ന് പറഞ്ഞു. 5 മണിക്ക് നോക്കിയപ്പോൾ 104 100 ഡിഗ്രിയായി പനി കുറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാനും ഒരു മരുന്ന് പോലും കഴിക്കാതെ അവനെ വൈറ്റമിൻ്റെ ടാബ്ലറ്റ് മാത്രം വിട്ടിട്ടാണ് ഡോക്ടർ ഡിസ്ചാർജ് ആക്കിയത്. ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു, ഒരു മരുന്നും അവൻ ഇതുവരെ ഏറ്റിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അവിടെ ബ്ലഡ് റിസൾട്ടിൽ നിന്ന് പറഞ്ഞിരുന്നത്. മാതാവിൻ്റെ ഉപ്പും തേനും അവൻ്റെ വിശ്വാസവുമാണ് മരുന്നായതെന്ന് അന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. അതിനുശേഷം എന്ത് അസുഖം വന്നാലും മക്കൾ മാതാവിൻ്റെ തേനും ഉപ്പും തൈലവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ആണ് ആദ്യം തന്നെ ശരണം വയ്ക്കുന്നത്. അതിലൂടെ അവർക്ക് ഒരുപാട് സൗഖ്യങ്ങളും കിട്ടുന്നുണ്ട്. എനിക്ക് 8 വർഷമായിട്ട് UTIയുടെ പ്രോബ്ലം ഉണ്ട്. എല്ലാ മാസം എന്നുള്ളോണം അസുഖം വന്നു കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ടാബ്ലറ്റ്സ് ഒന്നും ഏൽക്കാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മാസം ഇഞ്ചക്ഷൻ എടുക്കണം. പലപ്പോഴും അഡ്മിഷനാണ് പറഞ്ഞിട്ടുള്ളത്. 8 വർഷമായിട്ടുള്ളതുകൊണ്ട് തന്നെ ഡോക്ടർമാർ പറഞ്ഞു യൂറിനറി ബ്ലാഡറിന് പ്രോബ്ലം ഉണ്ടാവും, കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാവും എന്നൊക്കെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ട്. ഞാൻ ഉടമ്പടി എടുത്തിട്ട് എപ്പോഴാണ് എനിക്കിത് മാറിപ്പോയെന്ന് എനിക്കറിയില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഈ കഴിഞ്ഞ ജനുവരിയിലാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ഇതുവരെയായിട്ട് എനിക്ക് UTIയുടെ പ്രോബ്ലം വന്നിട്ടില്ല എന്ന്. നമ്മൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മുടെ വേണ്ട കാര്യങ്ങൾ മാതാവ് ചെയ്തു തരും. ഈശോയിലൂടെ അനുഗ്രഹം നമുക്ക് മേടിച്ചു തരുന്നു അന്ന് എനിക്ക് പിഞ്ഞും മാതാവ് വെളിപ്പെടുത്തി തരാണ്. ചില നേരത്ത് ചില വിശ്വാസക്കുറവ് വരും. അയ്യോ എനിക്കത് നടക്കണില്ലല്ലോ എന്നൊക്കെ തോന്നുമ്പോൾ അപ്പോൾ ഞാൻ ആലോചിക്കും, ഞാൻ ചോദിക്കാത്ത കാര്യങ്ങൾ മാതാവ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടല്ലോ, എൻ്റെ സമയമായിട്ടുണ്ടാവില്ല, സമയമാകുമ്പോൾ മാതാവ് അത് ചെയ്തു തരുന്നു.
ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകാറുള്ള പാലിയേറ്റീവ് കെയറിലത്തെ ഒരു 23 വയസ്സായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് അവർക്കൊരു കുഞ്ഞു മോനാണുള്ളത്. 4 വർഷമായിട്ട് അവൾ പാലിയേറ്റീവ് കെയറിൽ തളർന്ന് കിടക്കുകയാണ്. ഒരു 2 ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി ഓപ്പറേഷൻ ചെയ്തിട്ടും കാര്യമില്ല. അവൾക്ക് നടക്കാൻ പറ്റില്ല എന്നാണ്. കാരണം ബ്രെയിൻ ഒരു സ്ഥലത്തേക്ക് ബൾജ് ചെയ്ത് വന്നേക്കായിരുന്നു. അവൾക്ക് തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് ഞാൻ സ്ഥിരമായിട്ട് കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാനും പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് പലപ്പോഴും ഡോക്ടറെ കാണാൻ പോയിട്ടും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ ചെയ്യാൻ ഏറ്റവും പെട്ടെന്ന് തന്നെ ഡേറ്റ് കൊടുക്കുകയും ഓപ്പറേഷൻ സക്സസ് ആവുകയും അവൾക്ക് എഴുന്നേറ്റ് നടക്കാനും സാധിച്ചു. പിന്നെ എൻ്റെ ട്വിൻസിൽ തന്നെ രണ്ടാമത്തെ മോന് സ്കൂളിൽ വെച്ചിട്ട് കുറേ കുട്ടികൾ മേത്ത് വീണ് അവൻ്റെ ലങ്സ് കൺജസ്റ്റഡ് ആയോണം അവൻ്റെ സൗണ്ടൊക്കെയും പോയിട്ടുണ്ടായിരുന്നു. അവൻ ഫിക്സ് കാണിക്കുകയും ചെയ്തു എന്നാണ് സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നത്. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ അവന് ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല. അവനൊന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ തൈലൊക്കെ തേച്ച് പ്രാർത്ഥിച്ച് ഉപ്പ് കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഹോസ്പിറ്റലിൽ വരെ എത്തി. ഹോസ്പിറ്റലിലെത്തി ടെസ്റ്റിന് എത്തിയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ചിലപ്പോൾ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് കൊണ്ടായിരിക്കും കൊച്ചിന് അങ്ങനെയൊക്കെയും കാണിച്ചത്. അപ്പോൾ തൊട്ട് ഞങ്ങൾ മാതാവിനെ കരഞ്ഞു വിളിച്ച് പറയുകയും കൃപാസനത്തിലേക്ക് പ്രാർത്ഥനിക്കാനായിട്ട് വിളിച്ചു പറയുകയും ചെയ്തു. മാതാവിൻ്റെ കാശുരൂപം അവൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ ടെസ്റ്റിന് കയറ്റുമ്പോഴും മാതാവിൻ്റെ കാശുരൂപം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവന് വിശ്വാസപ്രമാണം ചൊല്ലിയാണ് എല്ലാ ടെസ്റ്റിനും ഇരുന്നിരുന്നത്. ഒച്ചയില്ല, സങ്കടം ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു, എന്നാലും അവൻ വിശ്വാസപ്രമാണം ചൊല്ലിയിരുന്നു. ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒറ്റ റിസൾട്ടിലും ഒരു കുഴപ്പമില്ല. EGയും എല്ലാം നോക്കി, പക്ഷേ ഒന്നിലും ഒരു കുഴപ്പമില്ലാന്നും എന്തുകൊണ്ടാണ് ഫിക്സ് വന്നതെന്ന് ഡോക്ടേഴ്സാണ് ചിലപ്പോൾ പേടിച്ചിട്ട് വന്നതായിരിക്കും എന്നും പറഞ്ഞവനെ തിരിച്ചു വിടുകയും ചെയ്തത്. ചേട്ടന് ഫിക്സിൻ്റെ ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് തന്നെ ഇവന് ഫിക്സ് ആയിരിക്കും എന്നാണ് ഡോക്ടേഴ്സ് ആദ്യം വിധി എഴുതിയത്. പക്ഷേ EGയിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് മാതാവ് അവനെ കാത്തുരക്ഷിച്ചു. ഞങ്ങൾ കൃപാസന പത്രം ഓരോ വീടുകളിലും വിശ്വാസപ്രമാണം ചൊല്ലി കയറി കൊടുത്ത് ഓരോ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും ഞങ്ങൾക്ക് അടുത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞാണ് കൊടുക്കാറ്. അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡിൽ, കടകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്കും കൊടുക്കാറുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകാറുണ്ട്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിലേക്കും പോകാറുണ്ട്. വസ്ത്രം കൊടുക്കാറുണ്ട്. ആത്മീയമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ സാധാരണ ഒരു ക്രിസ്ത്യൻസിൻ്റെ പോലെ ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നുന്ന സമയത്ത് കുർബാനയ്ക്ക് പോകുന്നതല്ലാതെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാറില്ല. സാഹചര്യം ഉണ്ടായാലും പോകാറില്ല. അതുപോലെ പ്രാർത്ഥനയും ചില നേരത്ത് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് വെട്ടിച്ചുരുക്കുകയും ചെല്ലാറുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ പ്രാർത്ഥിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു അസ്വസ്ഥതയാവുകയും ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും കുർബാനയ്ക്ക് പോകാനൊക്കെ ഒരു പ്രത്യേക സന്തോഷമാണ്. അതുപോലെ പത്രം കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാലാണ് വിഷമം. പള്ളികളിലൊക്കെ പോയി എടുത്തിട്ട് പിന്നെയും കൊടുക്കാൻ ഭയങ്കര സന്തോഷമാണ്. ദൈവം ഞങ്ങൾക്ക് നിരവധിയായി തന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞാലും തീരില്ല. ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു.